അപ്പോഴേക്ക് നമ്മളെ അരുണേട്ടൻ എഴുന്നേറ്റിട്ട് ടെന്റിന്റെ അഴിക്കലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ പട്ടികളെ വെറും പട്ടികളല്ല, ഇവരൊക്കെ ദൈവത്തിന്റെ ദൂതന്മാരാണെന്ന് പലയിടത്തും നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ടെന്റ് നമ്മൾ കിടന്നുറങ്ങി ഇത് പൊളി അങ്ങനെ ഞങ്ങള് ഫുൾ ടാങ്ക് അല്ലേ, ഫുൾ ടാങ്ക് ഇല്ലെങ്കിൽ നമ്മൾ എത്ര ഫുൾ ടൈം പെട്രോൾ അടിച്ചാലും കാര്യമില്ല, വണ്ടി സൈഡാവുന്നു ഉറപ്പാണ്. പുള്ളി നമ്മൾ 2 ചായയും ഒരു ബ്രെഡ് ഓംലേറ്റും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മളെ അശൻ ഒക്കെ രാജൻ. ഇത് രസല്ലേ. ഹലോ ഗയ്സ്, സ്പിതി വാലിയിലേക്കുള്ള ബൈക്ക് റൈഡിന്റെ 14ാമത്തെ എപ്പിസോഡാണിത്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ മണാലിയിൽ നിന്ന് ജിബിയിലേക്ക് എത്തുന്നതും പിന്നെ ജിബിയിലെത്തിയ ശേഷം ജിബിയിലെ ചിക്കൻ കറിയും വെറും ചിക്കൻ കറിയില്ല, ചോല കറിയും ചിക്കൻ കറി അതും പിന്നെ രാത്രി ആ കൊടുങ്കാട്ടിൽ തണുപ്പത്ത് ടെൻ്റ് അടിച്ച് സ്റ്റേ അടിച്ചതും അങ്ങനെ പല കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ് എന്താന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റ ശേഷം നേരെ ചിത്കുളിൽ വെച്ച് പിടിക്കുകയാണ്. നമ്മുടെ യാത്രയിലെ വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ് ചിത്കുള്. അപ്പൊ അധികം ഡിലേ ആക്കുന്നില്ല, നേരെ എപ്പിസോഡിലേക്ക്. അങ്ങനെ രാവിലെ 6:30 ആകുമ്പോഴേക്ക് എഴുന്നേറ്റ് നമ്മളെ തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പ് പോയിട്ട് ഫ്രഷ് ആയിട്ട് വന്നു കേട്ടോ. അപ്പോഴേക്ക് നമ്മളെ അരുണേട്ടൻ എഴുന്നേറ്റിട്ട് ടെന്റിന്റെ അഴിക്കലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ടായിരുന്നു. ദേ നോക്കിയേ, ഇതാണ് നമ്മൾ ഇന്നലെ ടെന്റ് അടിച്ച ചുറ്റുപാട് കേട്ടോ. ഇന്നലെ രാത്രി ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ നല്ലൊരു വ്യൂ കിട്ടുന്നത്. കാരണം ഇന്നലെ രാത്രി ഇവിടെ ഫുള്ള് ഇരുടായിരുന്നു. കൊള്ളാട്ടോ, നല്ല രസം. കിളികളുടെ സൗണ്ടും പിന്നെ പുഴയും ഒക്കെ കൂടി നല്ലൊരു കിടിലം പോലത്തെ ഒരു ആംബിയൻസ്. അങ്ങനെ ഞങ്ങൾ ടെന്റ് അഴിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൂരെ നിന്ന് ഒരു ബിരുദം വന്നു കേട്ടോ ഞങ്ങൾ അടുത്തേക്ക്. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ചുറ്റുപാട് നോക്കിയ ശേഷം മൂലയ്ക്ക് പോയിട്ട് കുറച്ച് ദൂരോട്ട് നോക്കിയിട്ട് പുള്ളി ഒരേ കുരയ്ക്കല്. എനിക്ക് വന്ന് പുള്ളിക്കാരൻ്റെ ഫ്രണ്ടിനും കാര്യങ്ങളൊക്കെ വിളിക്കുകയാണെന്ന്. അങ്ങനെ കുറച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 4-5 ടീംസും കൂടെ എക്സ്ട്രാ വന്നു കേട്ടോ. നമ്മുടെ നാട്ടിലെ പട്ടികളെ അപേക്ഷിച്ചിട്ട് ഹിമാചൽ പ്രദേശ് അല്ലെങ്കിൽ ഹിമാലയത്തിലെ പട്ടികളൊക്കെ ഭയങ്കര ശാന്തരാണ് കേട്ടോ. അവരധികം ഓരിടലും പിന്നെ കടിക്കലും പിടിക്കലും അങ്ങനത്തെ ഒരു പരിപാടിയില്ല. നമ്മൾ ജോഗിനി വാട്ടർഫോളിന്റെ ആ ഏരിയയിൽ പോയപ്പോഴും അവിടെ 3 ആളുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് വഴിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിച്ചിട്ടുള്ളത്. യാത്രയിൽ ഉടനീളം കുറേ സ്ഥലത്തെ പട്ടികളെയും കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. വരുന്ന വഴിക്ക് നമുക്ക് അവരെ കുറിച്ചൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാം. എന്തായാലും ഈ പട്ടികളെ വെറും പട്ടികളല്ല, ഇവരൊക്കെ ദൈവത്തിന്റെ ദൂതന്മാരാണെന്ന് പലയിടത്തും നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്കിങ്ങനെ ടെന്റ് കാലിയാക്കാം. ഉടുപ്പൂരി കഴിയുമ്പോൾ ടെന്റാകാൻ മാറി. അങ്ങനെ നമ്മുടെ ടെന്റിലെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഈ ടെന്റ് നമ്മൾ കിടന്നുറങ്ങി ഇത് പൊളി സാധനം. കൊള്ളാലോ. അപ്പൊ തന്നെ അറിയില്ല തണുപ്പുണ്ട് എന്നുള്ള വിഷയമൊന്നുമില്ല. അങ്ങനെ നമ്മള് അരുണേട്ടൻ ടെന്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ പെട്ടെന്ന് അഴിക്കുകയും ചെയ്തു കേട്ടോ. ജീവൻ പോകുന്നു സത്യം. അത് ഞാൻ കണ്ടായിരുന്നു ഒരുപാട് വീഡിയോസ്. ജസ്റ്റ് ആ ടിപ്പിന്റെ അറ്റത്തൂടെ കഴിക്കുന്നു. നമ്മൾ ഇന്ത്യ സൈഡിലും കൂടെ കാണത്തില്ലല്ലോ. ശരിക്കും അറ്റത്തൂടെ അന്യായം ഇവിടുത്തെ ഡ്രൈവർ. ദേ ബസ്സിന്റെ കാര്യം പറഞ്ഞ നാവ് ഉള്ളിലേക്ക് ഇട്ടില്ല, അപ്പോഴേക്ക് ഇതാ ബസ് പോകുന്നു. ഈ ഒരു ടൈപ്പ് ബസ്സാണ് ഹിമാചൽ പ്രദേശിലെ ഉൾഗ്രാമങ്ങളിലേക്കൊക്കെ ഗതാഗതം നടത്തുന്നത്.
അങ്ങനെ നമ്മളിത് പോവാണ്. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ ഇറങ്ങി ടെൻ്റ് അടിച്ച് കഴിഞ്ഞാലും എന്ത് കഴിഞ്ഞാലും ആ ഏരിയ ഫുൾ ക്ലീൻ ആക്കുക. നമുക്ക് എങ്ങനെയാണോ ആ ഏരിയ കിട്ടിയത് അതുപോലെ തന്നെ കൊണ്ട് നടക്കുക. ഇവിടെ ഒന്നും ചെയ്തില്ല, ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെന്താ പോവാണ്. നല്ലൊരു നൈറ്റ് ആയിരുന്നു ഇവിടെ, അടിപൊളിയായിരുന്നു. ബാഗുണ്ട്, പില്ല് മുമ്പിൽ ബാഗുണ്ട്, പില്ല് ബാഗുണ്ട്, അതുകാരുണ്ട്, ഹെൽമെറ്റ് ഉണ്ട്. അറിഞ്ഞിട്ട് അവിടെ പാക്കിങ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് വേണ്ടി പെട്രോൾ പെട്ടത് ഇവിടെയാണ്. നമുക്ക് എല്ലാവരുടെ സൗകര്യങ്ങൾ തന്നത്. വേറെ വാഷ്റൂം യൂസ് ചെയ്യാനാണെങ്കിലും നല്ല ക്ലീൻ ആയിരുന്നു കേട്ടോ വാഷ്റൂം പറയുന്നത്. അങ്ങനെ ടെന്റും കാര്യങ്ങളൊക്കെ അഴിച്ച ശേഷം നമ്മളിപ്പോ ജിബിന്ന് വിടുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ പെട്രോൾ പമ്പിലേക്ക് എത്തുമ്പോഴേക്ക് നമ്മളെ അരുണാട്ടം വണ്ടി സ്റ്റാർട്ടാക്കി തുടങ്ങിയിരുന്നു കേട്ടോ. കാരണം ഇന്നലെ അയാള് വണ്ടി തരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ റൈഡ് തുടങ്ങുന്നതിന്റെ തൊട്ട് മുന്നായിട്ട് വണ്ടി ഓണാക്കിയിട്ട് കുറച്ച് നേരം റൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒക്കെ സെറ്റാക്കിയ ശേഷം മാത്രമേ യാത്ര തുടങ്ങാൻ പാടുള്ളൂ എന്ന്. അങ്ങനെ ഞങ്ങള് വണ്ടിയൊക്കെ ഓണാക്കി സെറ്റാക്കിയ ശേഷം അതിന്റെ മേലെ ലഗേജും കൂടെ സെറ്റാക്കി ഇപ്പൊ നമ്മള് ജിബിന്ന് വിടുകയാണ് കേട്ടോ വണ്ടി. ഇവിടെ നമുക്ക് 95 രൂപയാണ് ലിറ്ററിന്. കേരളത്തിൽ എത്ര മാർക്കറിയാം. അങ്ങനെ ഞങ്ങള് ഫുൾ ടാങ്ക് അല്ലേ, ഫുൾ ടാങ്ക് പുറത്ത് ഫുൾ ടാങ്ക് കണ്ടടിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ പിന്നെ ഫിനാൻഷ്യൽ റിച്ച് ആയതുകൊണ്ട് വലിയ വിഷയമല്ലേ പോലെ. അങ്ങനെ ഞങ്ങള് വണ്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച ശേഷം നമ്മള് ജിബിന്ന് വിട്ടു കേട്ടോ. എന്തുകൊണ്ടാണ് വണ്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ മലയുടെ മണ്ടയിൽ എവിടെയാണ് അടുത്ത പെട്രോൾ പമ്പ് ഉള്ളതെന്ന് ഒരു പിടുത്തമില്ല. ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പോകുന്ന വഴിക്കാന്ന് അറിവുമില്ല. അപ്പോൾ എവിടെ നിന്നൊക്കെ പെട്രോൾ ഫുൾ ടാങ്ക് അടിക്കാൻ പറ്റുന്നോ അവിടെ നിന്നൊക്കെ അടിച്ചിട്ട് മുന്നോട്ട് പോകുന്നെ. ഇതിൽ രസകരമായ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. നേരെ മറിച്ച് സ്പിതി വഴിയുടെ അടുത്തേക്ക് എത്തും തോറും നമുക്ക് ജെറിക്കാൻ വളരെ അർജന്റാണ്. ഇല്ലെങ്കിൽ നമ്മൾ എത്ര ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചാലും കാര്യമില്ല, വണ്ടി സൈഡാവുന്നു ഉറപ്പാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടാൾക്കാരും ഈ കാട്ടുവഴി കൂടി ചിത്കുളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം സമയം ഏകദേശം ഒരു 7:30 അടുത്തായിട്ടുണ്ട് കേട്ടോ. എനിക്കൊന്ന് യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാട്ടുവഴിയും കാര്യങ്ങളൊക്കെ എത്തുമ്പോൾ എത്ര നേരത്തെ ഇവിടെയൊക്കെ കവർ ചെയ്യാൻ പറ്റുമോ അത്ര നേരത്തെ കവർ ചെയ്യുക. നേരെ മറിച്ച് ഇതിൽ വരുന്ന ട്രക്കും കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്ക് ആവുകയാണെങ്കിൽ അത് നമ്മുടെ എൻ്റെ ട്രിപ്പിനെ വല്ലാതെ ബാധിക്കും. കാരണം ഒക്കെ പക്ക ഷെഡ്യൂൾ ആയതുകൊണ്ട് തന്നെ എവിടെയെങ്കിലുമൊക്കെ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഡിലേ ആവുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ ജിബിയിൽ എത്തണ്ടായിരുന്നു, പക്ഷെങ്കിൽ ജിബിയിൽ എത്തിയില്ല. അതുപോലെ എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്ക് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും കാട്ടുവഴിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും വലിയ ബ്ലോക്കും കാര്യങ്ങളും ഇല്ലാത്തന്നെ വലിയ ഭാഗ്യം കേട്ടോ. കൂടാതെ ഈ ചുറ്റുള്ള കാട്ടുവഴി കൂടി രാവിലെ തന്നെ വണ്ടി എടുത്ത് പോകുമ്പോൾ ആ ഒരു റീഫ്രഷ്മെന്റും ഫീലിംഗ് ഇല്ലേ, അത് വേറെ തന്നെ രസമായിരുന്നു കേട്ടോ. അങ്ങനെ യാത്ര ചെയ്ത് ഏകദേശം 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ കൊച്ചു ടൗണിലെത്തിട്ടോ. രാവിലെ തന്നെ ഒന്നും കഴിക്കാത്തോണ്ട് എവിടെയെങ്കിലൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകുക കേട്ടോ പ്ലാന്. അങ്ങനെ മുന്നിൽ എവിടെയെങ്കിലും ഒരു ചായക്കടയോ അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അവിടുന്ന് ചായ കുടിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ ഞങ്ങൾ പ്ലാൻ ചെയ്ത്. അങ്ങനെ ഇരിക്കെ ദോന്റെ മുന്നിൽ ഒരു കൊച്ചു ചായക്കട. അങ്ങനെ ഒന്നും നോക്കില്ല, വണ്ടി സൈഡാക്കി സ്റ്റാൻഡിട്ട് ഞങ്ങൾ രണ്ടാൾക്കാരും ചാടി ഇറങ്ങിട്ടാ. അങ്ങനെ നമ്മള് ജിബിന്ന് ഒരു 10 കിലോമീറ്റർ പിന്നെ ആയിരുന്നുള്ള സ്റ്റേ. അത് കഴിഞ്ഞ് നമ്മൾ കാട്ടിൽ കൂടെ ഒക്കെ അങ്ങനെ ആടി വന്നു. പക്ഷെ ഹിമാലയാണ്ട് പറയില്ല കേട്ടോ, നമ്മൾ എത്ര കുണ്ടിലൊക്കെ ഇറങ്ങിയാലും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, കുണ്ടിലൊക്കെ ഇറങ്ങിയാലും ഒരു വിഷയമില്ല, ആ തള്ളലില്ല, അതൊന്നുമില്ല, ഒന്നും പറയാനില്ല. പിന്നുള്ളത് 10 കിലോമീറ്റർ നടന്ന് അവിടെ 10 കിലോമീറ്റർ നോക്കുമ്പോൾ അവിടെ കഴിച്ചില്ലായിരുന്നു, നല്ല വിശക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കട വന്നു മൂന്നാളൊക്കെ പരിചയപ്പെട്ട് കണ്ടില്ല, വീഡിയോ കണ്ടില്ല. എന്താണ് ഇവിടെ നൈസ് ക്ലൈമറ്റ് എന്നല്ല, നൈസ് ആംബിയൻസ്. സൈഡിൽ റിവർ ഉണ്ട്, റിവർ ഇവിടെ
റിവറുണ്ട്, സൗണ്ട് വരുന്നില്ല. റിവറുണ്ട്, പിന്നെ താഴെ പൂക്കളുണ്ട്, വീടുണ്ട്, അങ്ങനെ എല്ലാ പരിപാടീസും ഉണ്ട് ഇവിടെ. ഇതാണ് കട. ഓക്കെ, പുള്ളി നമ്മൾ 2 ചായയും ഒരു ബ്രെഡ് ഓംലേറ്റും പറഞ്ഞിട്ടുണ്ട്. കിട്ടായിരിക്കും, ടൈം പിടിക്കായിരിക്കും, കിട്ടായിരിക്കും. ഇത് നമുക്ക് കവർ ചെയ്യേണ്ട ഏരിയ എന്ന് വെച്ചാൽ ചിക്കുളാണ്. ഇവിടുന്ന് ഏകദേശം 10-200 കിലോമീറ്റർ അപ്പുറത്താണ്. 200 കിലോമീറ്റർ ഇപ്പോൾ സമയത്ത് 7 മണി 8 മണി റേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്ന റൂട്ട് കണ്ടില്ല, ഇതുപോലെ തന്നെ ഒരു 40 കിലോമീറ്ററോളം ഇതുപോലത്തെ റൂട്ടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആവുന്നതാണ് പറഞ്ഞത്. അത് കഴിഞ്ഞാൽ ഓക്കെ ആവുന്നതാണോ അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ ആവുന്നതാണോ എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ പൈസാണ് ഒന്നും പറയാം. ഇതിനൊക്കെ ഫുഡിൻ്റെ അവിടെ വീഡിയോയാണ്. ഓക്കെ, ടീക്ക് ഇതാണ് നമ്മുടെ ആശൻ. ഒക്കെ നമുക്ക് രാജൻ, രാജൻ പുള്ളി നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പുള്ളി എക്സ്പേർട്ട്, തിരിച്ചു മറിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് മുമ്പോട്ട് ഒരു ബ്രിഡ്ജ് ഉണ്ട്, നമുക്ക് ആ ബ്രിഡ്ജ് ഒരു ഫോട്ടോ എടുക്കും. എടാ എന്ത് രസാടാ, എവിടെ നോക്കിയാലും രസം, എവിടെ നോക്കിയാലും അടിപൊളി, എങ്ങനെ നോക്കിയാലും അടിപൊളി. ഇത് ഞാൻ പറയുമ്പോൾ തള്ളന്നൊക്കെ ഇരിക്കും. പക്ഷേ നമ്മളെ എന്താ പറയണ്ടേ, എവിടെ നോക്കിയാലും ഫ്രെയിം, എവിടെ നോക്കിയാലും പിക്ക്, എവിടെ നോക്കിയാൽ ക്ലിക്ക് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ സ്പോട്ട്. എനിക്കൊരു കഴിയില്ലാത്തതുണ്ടോ, നല്ല ക്യാമറ വഴക്കുണ്ടെങ്കിലേ ഒരൊറ്റ ട്രിപ്പ് കൊണ്ടാൽ വയറിലായിട്ടുണ്ടാവും. നമുക്ക് പറ്റുന്ന നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പിക്ക് നമുക്ക് എടുക്കാം, ഫുൾ സ്പോട്ട് കൊള്ളാട്ടോ. ഇത് രസല്ലേ. അതുപോലെ തന്നെ ഇപ്പുറത്തുണ്ട് ഒരെണ്ണം കാണിച്ചില്ല, ദൂരെ ഇവിടെയും കൊള്ളാട്ടോ. എടാ മോനെ ഫോണ് പോരുതേ, ഇവിടെയും കൊള്ളാം. നമ്മുടെ ഓംപ്ലേറ്റ് റെഡി ആയിട്ടുണ്ട് തോന്നുന്നു. പോയി നോക്കണം, അവസ്ഥ ടൈമില്ല സ്പെൻഡ് ചെയ്യും, അതാണ് രസം. ഇത്രാം തീയതിക്കുള്ളില് അവിടെ തിരിച്ചെത്തില്ലെങ്കിൽ എൻ്റെ ഹെഡ് ഉണ്ട്, അങ്ങനെ എന്നെ പറപ്പിക്കും. വർക്ക് എങ്ങനെ നമുക്ക് ആ വർക്ക് കൊണ്ടാണ് നമുക്കിപ്പോൾ എന്നിൽ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും, ഇതിപ്പോൾ ഫോൺ വാങ്ങിയതാണെങ്കിലും ട്രിപ്പ് പോവാണെങ്കിലും എല്ലാം വർക്ക് കാരണമാണ്. അപ്പോൾ വർക്കാണ് ദൈവം. നമ്മൾ പണിയെടുക്കുക, എന്നിട്ട് പണിയെടുക്കുക, പൈസ ഉണ്ടാക്കുക, ചെറിയ ട്രിപ്പൊക്കെ പോവുക, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇന്നെന്താ ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ, ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ. ഓ റെഡി മോനെ, പുള്ളിക്കാരൻ നല്ല ലെവലായി ഫുഡ് ഉണ്ടായി തന്നിട്ടുണ്ട്. സാറിൻ്റെ ഫുഡ് കഴിക്കാ? അങ്ങനെ നമ്മള് രാജ്യത്തുണ്ടായി തന്ന ബ്രെഡ് ഓംപ്ലേറ്റും പിന്നെ നല്ല കിടിലം പോലത്തെ ചായയും കുടിച്ച് വയറൊക്കെ നല്ല സെറ്റാക്കിയ ശേഷം നമ്മളിവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ. അങ്ങനെ രാജേട്ടനോട് നമുക്ക് വീണ്ടും എപ്പോഴെങ്കിലും കാണാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇപ്പോൾ ചിത്കുളിലേക്ക് വണ്ടി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എത്രയും നേരത്തെ ചിത്കുളിൽ എത്തണമെന്നാണ് നമ്മുടെ പ്ലാന്. പക്ഷെ വഴിയരികിലെ കുറെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ച കാണുന്നവരേക്കും ടാറ്റാ.